ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരൊറ്റ കാര്യം അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് ഉണ്ടാവുമെങ്കിൽ എന്തുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തുകൂടാ? അതെന്താണ് ആ കാര്യം എന്നറിയാൻ നിങ്ങൾക്കും ക്യൂരിയോസിറ്റി ഉണ്ടോ? എന്നാലേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടും കാണുക കേട്ടോ. ഇനി എന്താണ് ആ കാര്യം എന്ന് ഞാൻ ഡയറക്റ്റ് പറയുന്നതിന് മുന്നേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു യൂട്യൂബ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലാണ്. ഡിസംബറിലാണ് ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ ഞാൻ നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈമിൽ എൻ്റെ വെയിറ്റ് 55.4 ആയിരുന്നു. ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടൈമായിരുന്നു. പ്ലസ് ഞാനൊരു ഫുൾ ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞാനൊരു 4 to 5 hours ഒക്കെയാണ് ഉറങ്ങാറുള്ളത് നൈറ്റിൽ. എനിക്ക് അത്രയൊക്കെ പറ്റാറുള്ളൂ. ഈ ഒരു യൂട്യൂബിൻ്റെ എക്സ്ട്രാ എഫേർട്ടും ബാക്കി കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ തുടക്കത്തിൽ. പിന്നെ സംസാരിക്കാനൊക്കെ ഒത്തിരി ഷൈ ആണ് ക്യാമറയുടെ ഫ്രണ്ടിൽ. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ലൈഫ് ഒത്തിരി അങ്ങ് ചേഞ്ച് ആയി. ആകെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കളയാനായിട്ട് ഉറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂട്യൂബിനായിട്ട്. അങ്ങനെ ആയപ്പോൾ ഞാൻ 2 hours ഒക്കെ ആയി ഉറങ്ങാറുള്ളത്. ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് പലപ്പോഴും മര്യാദയ്ക്കുള്ള ഫുഡൊന്നും കുക്ക് ചെയ്യാൻ പറ്റാറില്ല, അതുപോലെ തന്നെ കഴിക്കാൻ പറ്റാറില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ആദ്യം കുറച്ചൊന്ന് വല്ലാതെ അങ്ങ് ടൈറ്റായി. ഈ ഒരു സമയമായപ്പോഴേക്കും എൻ്റെ വെയിറ്റിൽ കുറച്ചൊന്ന് വ്യത്യാസം കാണാൻ ഞാൻ തുടങ്ങി. ഒരു ജാനുവരി ആയപ്പോഴേക്കും വെയിറ്റ് സ്കൈ റോക്കറ്റിംഗ് ആയിട്ട് 57.6 ആയി. അപ്പോൾ എൻ്റെ ലൈഫിൽ വന്ന മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു ഇയർ എൻഡിങ് ക്രിസ്മസ് ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ വർക്ക് പ്ലേസിലൊക്കെയും കുറേ പേരുടെ ബർത്ത്ഡേയ്സും അതുപോലെ തന്നെ ക്രിസ്മസിന് ഇവിടുത്തെ വൈറ്റ് ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് ട്രീറ്റ്സ് ഒക്കെ തരാറുണ്ട്. അങ്ങനെ ക്രിസ്മസിന് നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വർക്ക് പ്ലേസിൽ കിട്ടാൻ തുടങ്ങി. നോർമലി എനിക്കങ്ങനെ സ്വീറ്റ്സിനോട് ഒത്തിരി അങ്ങോട്ട് ക്രേവിങ് ഒന്നും തോന്നാത്ത ഒരാളാണ്. വല്ലപ്പോഴും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു നവംബർ ഡിസംബർ സമയത്ത് എൻ്റെ ബോഡി വല്ലാണ്ട് അങ്ങ് ഷുഗറിൻ്റെ അടുത്ത് ക്രേവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ഷുഗർ കഴിക്കാൻ തുടങ്ങി. കോൺസ്റ്റൻ്റ്ലി ഞാൻ എപ്പോഴും ഹംഗ്രി ആയിരിക്കും. വല്ലാത്ത ക്ഷീണം, ഇതൊക്കെ എന്നെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ബോഡിയുടെ കുറച്ച് പാർട്സിലെങ്കിലും മസിൽ ടൈറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു തൈസിലും അപ്പർ അബ്ഡോമനിലും അതുപോലെ തന്നെ ഈ കൈയുടെ ഈ ഒരു പാർട്ടിലൊക്കെയും നല്ല ടൈറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ചേഞ്ചസ് വരാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ പ്രോട്ടീൻ മാസ് ലോസ് ആവുന്നുണ്ട്. അതായത് മസിൽ മാസ് പോയിട്ട് ഈ ഒരു പോർഷൻസ് എല്ലാം ഫ്ലാബി ആവാൻ തുടങ്ങി. അതായിരുന്നു ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ചേഞ്ച്. അത് ഒത്തിരി കാലത്തിന് ശേഷം എൻ്റെ ബോഡിയിലേക്ക് ആ ഒരു ചേഞ്ച് തിരിച്ചു വരാൻ തുടങ്ങി. പിന്നെ ഉണ്ടായത് എപ്പോഴും ഈ ഞാൻ പറഞ്ഞതുപോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹങ്കർ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടയർഡ്നെസ്. ഇത് കൂടാതെ എൻ്റെ അബ്ഡോമിനൽ ഫാറ്റ് നന്നായിട്ട് കൂടി. അതായത് എൻ്റെ അബ്ഡോമൻ്റെ ഗേർത്ത്, അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതും പോരാഞ്ഞിട്ട് മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. അടുത്ത ഒരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചസിൻ്റെ ഒക്കെ പുറകിൽ കളിച്ച വില്ലൻ ഒരൊറ്റ ആളായിരുന്നു, അത് ഷുഗർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഷുഗറിൻ്റെ അളവ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്കും ഉണ്ടാവും. കറക്റ്റ് നമ്മൾ ആ ഒരു ഷുഗറിൻ്റെ യൂസേജിന് എവിടെയാണ് ബോർഡർ ലൈൻ വരയ്ക്കേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് വരാൻ തുടങ്ങി, എനിക്കതൊന്നും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി എന്ന് തോന്നിയപ്പോഴേക്കും ഇതിന്ന് എന്തായാലും കര കടന്നേ പറ്റുള്ളൂ എന്ന് തോന്നി. എനിക്ക് സ്വന്തമായിട്ട് അതങ്ങോട്ട് പറ്റുന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോയ കൂട്ടത്തിൽ ഒരു ഗ്രാവിറ്റി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു 6 weeksൻ്റെ ഫ്രീ ഒരു പ്രോഗ്രാം കണ്ടു. ഞാൻ അതിൽ എൻറോൾ ചെയ്തു. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താം. ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ എനിക്ക് ഒരു പുറത്തുനിന്നുള്ള ഗൈഡൻസ് ചില സമയത്തുണ്ടെങ്കിൽ ഞാനത് നന്നായിട്ട് ഫോളോ ചെയ്യും, ഞാൻ സ്വന്തമായി എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിനേക്കാളും. അങ്ങനെ ഞാൻ ഈ ഒരു ഗ്രാവിറ്റി ചാലഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചേർന്നു. ഇപ്പോൾ ഇതെൻ്റെ 4th വീക്കാണ്. എൻ്റെ വെയിറ്റ് ആ ഒരു ഷുഗർ ക്രേവിങ്, കാപ്സിൻ്റെ അടുത്തുള്ള ആ ഒരു ഇതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് 54.6 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഷുഗറിനടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രേവിങ് തോന്നുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ഈറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. നമുക്കുള്ള വിശപ്പിനെ ബോഡി നമുക്ക് പറഞ്ഞു തരുന്നത് കൂടുതൽ എനർജി എനിക്ക് വേണം, അതിനായിട്ട് ഷുഗർ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ബോഡി ഒരു സിഗ്നൽ തരുന്നത്. അതായത് ഏതൊരു ഹ്യൂമനും ജനിക്കുന്നത് തൊട്ട്
ഏറ്റവും അവരുടെ നാവിൽ പ്രിഫർ ചെയ്യുന്ന ടേസ്റ്റ് ഷുഗർ ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങൾ പോലും ആദ്യം അമ്മയുടെ പാലിൽ നിന്നുള്ള ഷുഗർ ആയിരിക്കും എൻജോയ് ചെയ്യുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഷുഗറിനെ വൈറ്റ് പോയിസൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എല്ലാം അറിയായിരിക്കും ഷുഗർ 2 ടൈപ്പാണ് ഉള്ളത്. നാച്ചുറൽ ഷുഗറും ഉണ്ട്, ആഡഡ് ഷുഗറും ഉണ്ട്. നാച്ചുറൽ ഷുഗർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസും അതുപോലെ തന്നെ പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസും ആണ്. ബാക്കി വരുന്ന ഷുഗർ എല്ലാം, അതായത് സൂക്രോസ്, പിന്നെ കോൺ സിറപ്പ്, അതുപോലെ നമ്മൾ ബേക്കറി ഗുഡ്സിലൊക്കെയുള്ള ആ ഒരു വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന ബാക്കി എല്ലാ ടൈപ്പ് ഷുഗറുകളും ആഡഡ് ഷുഗർ ആണ്. ഇനി ഒരു മനുഷ്യന്റെ ഡെയിലി മാക്സിമം കഴിക്കാൻ പറ്റുന്ന ഷുഗറിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു ദിവസം 9 ടീസ്പൂൺ അല്ലെങ്കിൽ 37.5 ഗ്രാം ഷുഗർ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വിമൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വെറും 6 ടീസ്പൂൺ അല്ലെങ്കിൽ 25 ഗ്രാം ഷുഗർ മാത്രമാണ് കഴിക്കാൻ പറ്റുക ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയും ചായ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചായയിൽ എന്തോരം ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി കുക്കിംഗിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ദിവസം എന്തോരം ഷുഗർ ആയിരിക്കും എത്തുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ഷുഗർ എല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഷുഗർ ക്രേവിംഗ് കുറയാത്തതും നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് താന്നു വരാത്തതും. ഇനിയിപ്പോൾ ഈ ഒരു ഷുഗർ മാത്രം അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബോഡിയിൽ വെയിറ്റ് കുറയാന്നുള്ളത് മാത്രമല്ല, ഒരുപാട് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പറയേണ്ടത് തന്നെയാണ്. ഈ വീഡിയോനെ ഞാൻ പല സെഗ്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ഷുഗർ കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് നമുക്കറിയാം വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഡെന്റൽ പ്രോബ്ലംസിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള വില്ലനും ഷുഗർ തന്നെയാണ്. ഏറ്റവും ആദ്യമായിട്ടും ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നതിന്റെ പുറകിൽ ഷുഗറിന് നല്ലൊരു പങ്കുണ്ട്. അതായത് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മര്യാദയ്ക്ക് ബ്രഷ് ഒന്നും ചെയ്യാണ്ട് കിടന്നാൽ ക്യാവിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഇനി ഇമ്മ്യൂണിറ്റി കുറയാൻ ഷുഗറിന്റെ ഓവർ യൂസേജ് കാരണമാവും. പിന്നെ ബോഡിയിലെ കൊളാജൻ നഷ്ടപ്പെടുന്നത് വഴി നമുക്ക് മസിൽ മാസ് കുറയും. ബോഡി കണ്ടിന്യൂസ്ലി ഡിക്രീസ്ഡ് എനർജി എന്നുള്ള സ്റ്റേറ്റിലോട്ട് പോവുകയും പോസ്റ്റ് ലഞ്ച് സ്ലംപ് ഉണ്ടാവുകയും ചെയ്യും. പോസ്റ്റ് ലഞ്ച് സ്ലംപ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കണ്ണു തുറന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ചിലർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് ആ ഒരു ലഞ്ച് ടൈം കഴിഞ്ഞാൽ നമ്മുടെ എനർജി പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ആവുകയും ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് പോസ്റ്റ് ലഞ്ച് സ്ലംപ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും അത് ഡയബറ്റസിന് കാരണമാവുകയും ചെയ്യും. ഷുഗർ കൂടുതൽ കഴിക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിലെ കൊളസ്ട്രോള് അടിഞ്ഞുകൂടുന്ന ടെൻഡൻസി കൂടുകയും ചെയ്യും. സ്കിന്നിന്റെ മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി അത് ഓയിലി സ്കിൻ ആവുകയും ഒരുപാട് പിമ്പിൾസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഷുഗർ കട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന മേജർ ആയിട്ടുള്ള 3 ചേഞ്ചസ് എന്തൊക്കെയാണെന്നറിയാം ബോഡിയിൽ? ഏറ്റവും ആദ്യം നമ്മുടെ എനർജി ഡ്രാസ്റ്റിക് ആയിട്ട് ഇൻക്രീസ് ആവും. അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം ഇൻക്രീസ് ആവുകയും ഒത്തിരി നമുക്ക് എനർജി ഉണ്ടാവുകയും ചെയ്യും ബോഡിയിൽ. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവുകയും പിഗ്മെന്റേഷൻ കുറയുകയും സ്കിൻ കുറച്ചും കൂടി യങ് ആയതുപോലെ തോന്നുകയും ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കുറയ്ക്കുമ്പോൾ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റും. നെക്സ്റ്റ് നമുക്ക് ഷുഗർ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഉപയോഗം കുറയാനായിട്ട് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. എന്തൊക്കെ എഫേർട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. റെഗുലർ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം ഫുഡ് കുറയുമ്പോഴേക്കും ബോഡിയുടെ എനർജി കുറയുകയും ബോഡി കൂടുതലായിട്ട് നമ്മൾ പുഷ് ചെയ്യുകയും ചെയ്യും ഷുഗർ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇനിയിപ്പോൾ നാളെ തൊട്ട് ഷുഗർ അങ്ങ് കംപ്ലീറ്റ്ലി നിർത്താം എന്നൊരു ചിന്തയിലേക്ക് പോയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഗ്രാജുവലി അല്ലെങ്കിൽ ഒരു സ്ലോ ഡൗൺ ആയിട്ട് ഷുഗറിന്റെ യൂസ് നിർത്തുന്നതായിരിക്കും നല്ലത്. ആദ്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു 3 ടീസ്പൂൺ യൂസ് ചെയ്യുന്നിടത്ത് 1 ടീസ്പൂൺ യൂസ് ചെയ്യുക. നിങ്ങൾ എന്തിലൊക്കെയാണോ ഷുഗർ ഇടുന്നത് അതിന്റെ എമൗണ്ട് ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഷുഗറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളങ്ങ് അവോയ്ഡ് ചെയ്യുക. അതായിരിക്കും നല്ലത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷുഗർ കട്ട് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ ഷുഗർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് റിവാർഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഒത്തിരി മോട്ടിവേഷൻ തരും. അതുപോലെ പുറത്തു പോകുമ്പോൾ ഇന്ന് ഞാൻ പുറത്തു പോകുമ്പോൾ ഷുഗർ ഉള്ള ഡിസേർട്ട് ഒന്നും കഴിക്കില്ല എന്നൊരു ചലഞ്ച് ഒക്കെ ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അത് ഷുഗറിൽ നിന്നുള്ള നിങ്ങളുടെ ആ ഒരു
അട്രാക്ഷൻ ഇങ്ങോട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഫുഡ്, അതായത് ബേക്കറി ഗുഡ്സ് മെയിനായിട്ട് കംപ്ലീറ്റ്ലി വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഇതുപോലുള്ള സ്നാക്സ് ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അതൊന്നും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇടയ്ക്കെങ്കിലും ഒക്കെ മനസ്സിൽ വരാറുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് വരാറുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും കഴിക്കാതിരിക്കാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ മുകളിലൊക്കെ കയറി വരും വേണ്ട കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, പിന്നെയും അതിനെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ പതിയെ തഴപ്പം എടുത്ത് കഴിക്കുന്ന ഒരു ശീലം എനിക്ക് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ചിലപ്പോഴല്ല, ഇങ്ങനെ ആ ഒരു ഷുഗറിൻ്റെ അടുത്തുള്ള ക്രേവിംഗ് ഉള്ള ടൈമിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെയും ഷുഗറി ഫുഡ് വാങ്ങുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കിയാൽ നിങ്ങളുടെ ഷുഗർ ക്രേവിംഗ് ഒരു പരിധി വരെ തടയാൻ പറ്റും. ഷുഗർ അടങ്ങിയ സോസസ് കുറയ്ക്കുക. നിങ്ങൾക്കറിയോ, കെച്ചപ്പിൻ്റെ അകത്ത്, അതായത് ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പിനകത്ത് 5 ഗ്രാം ഷുഗർ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കെച്ചപ്പ് നമ്മൾ എന്തിൻ്റെ അകത്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഫ്സ് കഴിക്കാൻ പോലും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പായിട്ട് കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അതുവഴി ഷുഗർ ബോഡിക്കുള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ നോ ആഡഡ് ഷുഗർ ഉള്ള സോസസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള സോസ് തിരഞ്ഞെടുക്കുക. ഇനി ഷുഗർ ഡ്രിങ്ക്സ് ഒഴിവാക്കുക. അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ കോളാസ്, പോപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ ഡയറ്റ്, അതുപോലെ സീറോ ആഡഡ് ഷുഗർ ആയിട്ടുള്ള ബിവറേജസ് തിരഞ്ഞെടുക്കുക. ഇനി ഒരു കോൺട്രോവേഴ്സി ഉള്ള ഒരു കാര്യമാണ് സ്വീറ്റ്നേഴ്സിന്റെ യൂസ്. ചില പഠനങ്ങൾ തെളിയിക്കുന്നത് സ്വീറ്റ്നേഴ്സിന് ഒബീസിറ്റി കുറയുന്നതിൽ യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വീറ്റ്നർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം എന്നുള്ള 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ സ്വീറ്റ്നറിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നർ സ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ ആ ഒരു ഷുഗർ എത്തുന്നത് വഴി ക്രേവിങ്സ് ഒരിക്കലും മാറുന്നില്ല. ഇപ്പോൾ അത് സ്വീറ്റ്നർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ ഹണി, അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പ് ഇങ്ങനെയുള്ള നാച്ചുറൽ ഷുഗർ യൂസ് ചെയ്യുന്നത് വഴി ആയാലും ഈ ഒരു ഷുഗറിൻ്റെ സ്റ്റിൽ നമ്മുടെ ബോഡിയിലേക്ക് ഷുഗർ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ്, സ്വീറ്റ് എന്നുള്ളൊരു ടേസ്റ്റ് നമുക്ക് സ്റ്റിൽ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു ക്രേവിങ്സ് കുറയുന്നില്ല. വൺസ് നമ്മൾ ഇത് കിട്ടാതാവുമ്പോൾ ഉറപ്പായിട്ട് ഷുഗറിന് തേടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിന് പകരം സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം അതിനൊരു ഫ്രൂട്ട് കൊണ്ട് ഓൾട്ടർനേറ്റ് ചെയ്യാം. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട് ഒരിക്കലും സ്വീറ്റിനടുത്തുള്ള ഒരു അഡിക്ഷൻ കൂട്ടാനായിട്ട് ഒരിക്കലും വഴി വെക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഷുഗർ കട്ട് ഡൗൺ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ യൂസ് ചെയ്യാം. സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള സ്വീറ്റ് ഓൾട്ടർനേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഷുഗർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ സ്വീറ്റ് പഞ്ചസാര ഇടുന്നതിന് പകരം നിങ്ങൾക്ക് ഹണിയോ അല്ലാന്നുണ്ടെങ്കിൽ ഹണി എന്ന് പറയുമ്പോൾ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ പനം കൽക്കണ്ട്, അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ഷുഗർ യൂസ് ചെയ്യുക. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതായത് ലേസ്, ചിപ്സ്, ഈ പാക്ഡ് സീരിയൽസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പകരം ഹോൾ ഫുഡ് യൂസ് ചെയ്യുക. അതായത് ഇഡലി, പിന്നെ ദോശ അങ്ങനെയൊക്കെ ഉള്ള ഫുഡ് സെലക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി വേറൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ ഈ ഒരു ഷുഗർ കട്ട് ഡൗൺ ചെയ്യാനായിട്ടുള്ള എഫേർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലർക്കെങ്കിലും ഒക്കെ ഒരു ശീലമാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്സോ വീഡിയോസോ ഒക്കെ നമ്മുടെ ബ്രെയിൻ ഒത്തിരി സ്റ്റിമുലേറ്റ് ചെയ്യും, നമുക്കത് കഴിക്കാൻ ഓട്ടോമാറ്റിക്കലി ടെംപ്റ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേണിയിലാണ് അല്ലെങ്കിൽ ഷുഗർ കട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ചലഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൽ ഷുഗറിൻ്റെ ആ ഒരു മിസ്സിങ് തോന്നാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ് തോന്നാതിരിക്കാനായിട്ട് ഒരുപാട് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. അതായത് ജാതിക്ക, പിന്നെ ഏലക്ക, അതുപോലെ തന്നെ സിന്നമൺ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് വഴി ആ ഒരു ഫ്ലേവർ കാരണം ഷുഗറിൻ്റെ ആ ഒരു പോർഷൻ ഇല്ലാത്തത് നമുക്ക് ഒന്ന് മിസ്സിങ് ആവാണ്ട് ഒരുവിധം ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഷുഗർ കഴിക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ വെച്ച് ഓൾട്ടർനേറ്റീവ് ചെയ്ത് ഷുഗർ എന്നുള്ള വില്ലനെ നമുക്ക് ഗ്രാജുവലി നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബെറീസ്. ബെറീസിനകത്ത് വളരെ കുറഞ്ഞ അളവിലെ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ താനും, എന്നാൽ ഷുഗറിൻ്റെ ആ ഒരു ക്രേവിങ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഈ ബെറീസ് എന്ന് പറയുന്നത്. അതുപോലെ ബെറീസ് കൂടാണ്ട് നമുക്ക് നല്ല കാർബ്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. അതായത് ആപ്പിൾ, ഓറഞ്ചസ്, പിന്നെ ഗ്രേപ്സ് ഒക്കെ പോലുള്ള ഫ്രൂട്ട് തിരഞ്ഞെടുക്കാം. പിന്നെ ഫിക്സ് നല്ലൊരു ഓപ്ഷനാണ്. അത്തിപ്പഴം എന്ന് പറയത്തില്ല, അത് ഡ്രൈ ആയിട്ടുള്ളതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ, അത് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. പിന്നെ റേസിൻസ് ചേർക്കുക എന്നുള്ളത്, ഉണക്കമുന്തിരി, അത് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഷുഗർ കഴിക്കണമെന്ന് തോന്നുമ്പോൾ
കുറച്ച് യോഗട്ട് കഴിക്കാം. അതും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. യോഗട്ട് ഇപ്പോൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ട് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ലെസ് ഷുഗർ ഉള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്റ്റിൽ അതിനകത്ത് ഷുഗർ ഉണ്ട്. അല്ലാണ്ട് ഗ്രീക്ക് യോഗട്ടൊക്കെയും ഫ്ലേവേർഡ് ആയിട്ട് 0 ഷുഗർ ആയിട്ടുള്ളത് വരുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസേർട്ട് കഴിക്കണം തോന്നുമ്പോൾ പീനട്ട് ബട്ടറും ബനാനയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണത്. പിന്നെ ചെറിയ അളവിൽ നട്ട്സ് കഴിക്കാം, ഗ്രനോല ബാർസ് ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഗ്രനോല നമ്മൾ ഓട്സ് ഡ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഗ്രനോല, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ടുള്ള നമുക്ക് തന്നെയായിട്ട് ഡേറ്റ്സും ഗ്രനോലയും ഒക്കെ വെച്ചിട്ടുള്ള പ്രോട്ടീൻ ബാർ പോലെ ഉണ്ടാക്കിയിട്ട് അത് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ചിയാ സീഡ് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ചിയ പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമുക്ക്. പയറ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഒരു സ്നാക്ക് ഐറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഷുഗറിൻ്റെ അടുത്തുള്ള ക്രേവിങ് കുറയ്ക്കാൻ പറ്റും. ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാനായാലും അതുപോലെ എന്തെങ്കിലും ഡിസേർട്ടിൽ ചേർക്കാനായിട്ടായാലും ഇനി സ്നാക്ക് ആയിട്ട് പോലും നമുക്ക് ഡേറ്റ്സിനെ അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ്. പക്ഷേ എപ്പോഴും മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം കഴിക്കുക. അറ്റ് എ ടൈമിൽ 2 ഡേറ്റ്സിനപ്പുറം നിങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക, അത്രയും മതി നമ്മുടെ ബോഡിക്ക്. ഇനി സ്വീറ്റ് പൊട്ടാറ്റോ നല്ലൊരു ഓപ്ഷനാണ്. മധുരക്കിഴങ്ങ് നമുക്കറിയാലോ, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മുട്ട കഴിക്കുക എന്നുള്ളത്, മുട്ടയും നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഒരു മുട്ട പുഴുങ്ങി കഴിച്ചതോ അല്ലെങ്കിൽ ഒരു മുട്ട ഓംലെറ്റ് ആക്കി കഴിച്ചാലോ നമുക്ക് അത്യാവശ്യം വിശപ്പ് അടങ്ങും അല്ലേ. പിന്നെ ഉള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്സിൽ ഷുഗർ കണ്ടന്റ് മറ്റേ റെഗുലർ ആയിട്ടുള്ളതിനേക്കാളും കുറവാണ്, അതുപോലെ കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കൊരു വീക്ക്ലി 1 or 2 ഒക്കെയും ഇങ്ങനെ ഷുഗർ ക്രേവിംഗ് തോന്നുന്ന ടൈമിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാം. ഇനി നിങ്ങൾ എപ്പോഴും ഈ ചൂയിങ് ഗം വായിലിടുന്ന ഒരു ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഗംസ് ചൂസ് ചെയ്യുക. പിന്നെ ബിവറേജസ് ഇതുപോലെ ചായ കോഫിയൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ ഷുഗർ ഇല്ലാതെ അല്ലെങ്കിൽ ഹെർബൽ ടീ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒത്തിരി അങ്ങനത്തെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹെർബൽ ടീ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഷുഗർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. ആ ഒരു ഷുഗർ ഇല്ല എന്നുള്ള മിസ്സിങ് ഫീലിംഗ് തോന്നാത്ത രീതിയിലുള്ള ഹെർബൽ ടീസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഷുഗറിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ ഒരു ഷുഗർ ഇല്ലാതെ ഒരു 28 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 month ഒക്കെയും ഒരു ചലഞ്ച് ആയിട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഷുഗർ കട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നുള്ളത്. ശരിക്കും എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അത് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.